നമസ്കാരം. പുതിയ വീഡിയോ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെ കിട്ടാനുള്ള DA കുടിശ്ശികയെ പറ്റിയാണ്. ആ DA കുടിശ്ശിക 2021 മുതലുള്ള DA കുടിശ്ശികകൾ പല മാസങ്ങളായിട്ടുണ്ട്. ആകെ മാസം കണക്കുകൂട്ടി നോക്കുമ്പോൾ 286 മാസത്തെ കുടിശ്ശിക സർക്കാർ ജീവനക്കാർക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ് സത്യം. ഞാനത് വിശദമായിട്ട് അതിൻ്റെ ഒരു സാമ്പത്തിക വശം കൂടി പരിശോധിച്ച ഒരു ലിസ്റ്റ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും വേണ്ടി ഇടുകയാണ്. ഈ 286 മാസത്തെ DA കുടിശ്ശിക എന്ന് പറയുന്നത് ജീവനക്കാർക്കും കിട്ടാനുണ്ട്. 286 മാസത്തെ പെൻഷൻകാർക്കും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആ, സാധാരണ സർവീസ് പെൻഷനേഴ്സിനും ഫാമിലി പെൻഷനേഴ്സിനും എക്സ്ഗ്രേഷ്യ പെൻഷനേഴ്സിനും ഈ 286 മാസത്തെ കുടിശ്ശിക കിട്ടാനുണ്ട് എന്നുള്ളതാണ് സത്യം. അതിൻ്റെ ഒരു കുറച്ച് വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. നമുക്കറിയാം 2021 മുതൽ ഉള്ള DA കുടിശ്ശികകളും, അതായത് ജനുവരി 2021 മുതൽ ഉള്ള DA കുടിശ്ശിക, അതിൻ്റെ അന്നത്തെ ശതമാനം എത്രയായിരുന്നു, ആ ഓരോ DAയും എത്ര വീതം മാസങ്ങൾ കുടിശ്ശിക വന്നിട്ടുണ്ട്, ഞാനിവിടെ ഒരു കണക്കെടുത്തിരിക്കുകയാണ്. അതായത് 41,300 ബേസിക് പേ ഉള്ള ഒരു ജീവനക്കാരൻ്റെ കുടിശ്ശിക എത്ര കിട്ടാനുണ്ട്, അയാൾക്ക് ഇതുവരെ വന്നിരിക്കുന്ന നഷ്ടമെന്ന് പറയുന്നത് എങ്ങനെ കണക്കാക്കിയിരിക്കുന്നു എന്ന് ഞാനിവിടെ കാണിച്ചിരിക്കുകയാണ്. ഈ 41,300 ബേസിക് പേ, അതായത് 41,300 ബേസിക് പേ എടുക്കാൻ എന്താ കാരണം എന്നൊക്കെ ചോദിക്കാം. ഒരു കാരണവുമില്ല, ഒരു ഇടയ്ക്ക് ഞാൻ എടുത്തതാണ്. അതിന് പ്രത്യേകിച്ചൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഹൈസ്കൂൾ അധ്യാപകന്റെ തുടക്കം എന്ന് പറയുന്നത് 41,300 രൂപയാണ്. ഒന്ന്. രണ്ടാമത്തെ, ഒരു ആവറേജ് UP സ്കൂൾ അധ്യാപകനാണെങ്കിൽ, LP UP സ്കൂൾ ആണെങ്കിൽ സർവീസിൽ കയറി ഒരു 5 വർഷം കഴിയുമ്പോൾ ഈ 41,300 എത്തുന്നുണ്ട്. മറ്റൊന്ന്, യു ഡി ക്ലർക്കിന്റെ സ്കെയിൽ ഓഫ് പേ തുടങ്ങുന്നത് 35,600-ലാണ്. LP UPയുടെയും സ്കെയിൽ ഓഫ് പേ തുടങ്ങുന്നത് 35,600-ലാണ്. അപ്പോൾ ആ 35,600-ൽ നിന്ന് കുറച്ചുകൂടി പിന്നെ ഗ്രേഡൊക്കെ വാങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ 2-3 വർഷം കഴിയുമ്പോഴേക്ക് തന്നെ ഈ 41,300-ൽ എത്തുന്നുണ്ട്. അപ്പോൾ ഒരു ശരാശരി ബേസിക് പേ എന്ന നിലയ്ക്കാണ്, വെറുതെ ഒരു എക്സാമ്പിളിന് വേണ്ടിയാണ് ഞാൻ ഈ 41,300 രൂപ പിന്നെ ബേസിക് പേ ഉള്ള ഒരു ജീവനക്കാരൻ്റെ കുടിശ്ശിക കിട്ടാൻ, നഷ്ടമെന്ന് പറയുന്നില്ല, നഷ്ടമെന്ന് ഞാനവിടെ ഹെഡിങ് കൊടുത്തെങ്കിലും അങ്ങനെയൊന്നും പറയാതെ അയാൾക്ക് എത്ര കിട്ടാനുണ്ട് ഇപ്പോ ടിൽ ഡേറ്റ്, ഇന്ന് വരെ അയാൾക്ക് ഈ മാർച്ച് മാസം വരെ, അതായത് ഇപ്പോ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച 13%, 10ഉം 3ഉം അടക്കം, അതും കൂടി ആവുമ്പോൾ നമുക്ക് DAയുടെ കുടിശ്ശിക ഈ ഫെബ്രുവരി വരെ വരുന്നുണ്ട്. അപ്പൊ അത് മുഴുവൻ ഞാൻ കണക്ക് കൂട്ടി എടുത്തതാണ്. അങ്ങനെ കണക്ക് കൂട്ടി എടുത്തപ്പോൾ നമ്മൾ ഇതിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതേ കാര്യം പെൻഷൻകാർക്കും ബാധകമാണ്. ഇപ്പൊ 41,300 രൂപ ബേസിക് പെൻഷൻ, ആഫ്റ്റർ കമ്മ്യൂട്ടേഷൻ അല്ല, ബേസിക് പെൻഷൻ തുടക്കത്തിൽ ഒരു സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഒരു പെൻഷനർക്ക് 41,300 രൂപ ബേസിക് പെൻഷൻ ഉണ്ടെങ്കിൽ അവർക്കും ഇതേ സംഭവം കാരണം ഈ ജീവനക്കാരനും പെൻഷൻകാരനും തമ്മിൽ തത്വത്തിൽ വ്യത്യാസമൊന്നുമില്ല. ഒരാൾക്ക് ജീവനക്കാരന് DA എന്ന് പറയുമ്പോൾ പെൻഷൻകാരന് DR എന്ന് പറയുന്ന എന്ന മാത്രമാണ്. ആ മാറ്റം മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ. ബാക്കി ശതമാനവും പീരീഡും അതെല്ലാം കണക്കായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ പെൻഷൻകാരനും ഇതേ ബേസിക് പേ ആണെങ്കിൽ ഈ സംഖ്യ കിട്ടാനുണ്ടാവും. അല്ലെങ്കിൽ ഇതിൽ കുറച്ചാണെങ്കിൽ അതിന് ആനുപാതികമായിട്ട് എല്ലാ ബേസിക് പേയിലും
അല്ലെങ്കിൽ എല്ലാ അടിസ്ഥാന പെൻഷനും വെച്ചിട്ട് നമുക്കൊരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ 41,300 എന്ന് പറയുന്ന ഒരു സംഖ്യ എടുത്തിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. നോക്കുക, ജനുവരി 2021 2% DA ആണ് അത് ഉണ്ടായിരുന്നത്. അന്നത്തേത് മാത്രമാണ് എടുത്തിട്ടുള്ളത്. ആ അതിന് 39 മാസം കഴിഞ്ഞിട്ടാണ് അതിന്റെ ആ 2% DA ജീവനക്കാർക്കും പെൻഷൻകാർക്കും തന്നത്. അപ്പോൾ 39% കുടിശ്ശികയായി. നമ്മൾ ആ DA തരുന്ന സമയത്ത് ആ കുടിശ്ശികയെ പറ്റി ആ ഉത്തരവിൽ യാതൊരു കാര്യവും പറയുന്നില്ല. എന്ന് മുതലുള്ള DA ആന്ന് പോലും ഈ ഉത്തരവ് ഇറക്കുന്ന സമയത്ത് പറയുന്നില്ല എന്നുള്ളതാണ് വളരെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഈ 41,300 അടിസ്ഥാന ബേസിക് പേ ഉള്ള ഒരു ജീവനക്കാരന്റെ 2% 39 മാസത്തെ കണക്ക് കൂട്ടിയാൽ 32,214 രൂപ വരും. 2021 ജൂലൈയിലാവുമ്പോഴേക്ക് അത് 3% അന്നുണ്ടായിരുന്നത്. അത് പ്രഖ്യാപനം വന്നത്, അതും പ്രഖ്യാപിച്ചത് 39 മാസത്തിന് ശേഷമാണ്. അതിന്റെ കുടിശ്ശിക അങ്ങനെ കൂട്ടിയാൽ ഈ 41,300 ബേസിക് പേ ഉള്ള ഒരാളുടെ ആണ് ഞാൻ എക്സാമ്പിൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും അതിന് ആനുപാതികമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ നിങ്ങൾക്ക് നടത്താം. 1/2022 3%ആണ് വീണ്ടും DA വന്നത്. അതും 39%, 39 മാസങ്ങൾക്ക് ശേഷമാണ് പ്രഖ്യാപിച്ചത്. അപ്പൊ 39 മാസങ്ങൾക്ക് ശേഷം പ്രഖ്യാപിക്കുമ്പോൾ 39 മാസത്തെ കുടിശ്ശിക വരികയാണ്. ആ കുടിശ്ശികയെ പറ്റി DA പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോ ജീവനക്കാരന് അതിൽ കിട്ടേണ്ടത് മാത്രം 42,321 ഉണ്ട്. ഇനി 7/2022 വീണ്ടും 3%ആയിരുന്നു DA. അത് പ്രഖ്യാപനം വന്നത്, ജീവനക്കാർ അനുവദിച്ചു കൊടുത്തത് 37 മാസങ്ങൾക്ക് ശേഷമാണ്. ആ 37 മാസങ്ങൾക്ക് ശേഷം കൊടുക്കുമ്പോഴും കുടിശ്ശികയെ പറ്റി ആ ഉത്തരവിലും ഒന്നുമില്ല. അപ്പോ ആ ജീവനക്കാരന് 37 മാസം 3% വെച്ചിട്ട് 41,300 ബേസിക് പേ ഉള്ള ഒരാൾക്കുള്ള ആ എമൗണ്ട് എന്ന് പറയുന്നത് 45,843 രൂപയാണ്. വീണ്ടും നമ്മൾ ജനുവരി 2023 വരിക. അവിടെ 4% DA ആണ് പ്രഖ്യാപിച്ചത്. ആ 4% DA, അതായത് ഈ പ്രഖ്യാപിച്ചത് എന്ന് പറയുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്നതാണ്. DAകളൊക്കെ ഒരു വർഷത്തിൽ 2 തവണ ആയിട്ട് കേന്ദ്ര ഗവൺമെന്റ് ആണ് പ്രഖ്യാപിക്കുന്നത്. ആ കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചതിന് ശേഷം സംസ്ഥാന ഗവൺമെന്റ് അവിടുത്തെ സംസ്ഥാനത്തെ ജീവനക്കാർക്ക് അനുവദിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ 2023 ജനുവരി 1 മുതൽ 4%ആണ്. ഈ 4% DA സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്ക് അനുവദിച്ചത് 33 മാസങ്ങൾക്ക് ശേഷമാണ്. അപ്പോൾ അത് 33 മാസങ്ങൾക്ക് ശേഷം അനുവദിച്ചപ്പോ ആ 33 മാസത്തെ കുടിശ്ശിക എന്ത് ചെയ്യണമെന്ന ഉത്തരവ് പറയാതെ കൊടുത്തിട്ടില്ല. അപ്പോൾ അത് കണക്ക് കൂട്ടി നോക്കിയാൽ 54,516 രൂപയുണ്ട്. ഇനി 7/2023 ജീവനക്കാർക്ക് വീണ്ടും 3%ആണ് കിട്ടേണ്ടത്. അത് 31 മാസങ്ങൾക്ക് ശേഷമാണ് പ്രഖ്യാപിച്ചത്, കൊടുത്തത്. പക്ഷെ അരിയർ കൊടുത്തിട്ടില്ല. അങ്ങനെ അരിയർ കൊടുക്കാതിരിക്കുമ്പോൾ ആ സംഖ്യ 38,409 രൂപയാണ്. ജനുവരി 2024 ജനുവരി 1 മുതലാണെങ്കിൽ 3%ആണ്. 26 മാസങ്ങൾക്ക് ശേഷമാണ് അത്. ഇപ്പൊ ഇതൊക്കെ വന്നതാണ് കേട്ടോ. ഈ ജനുവരി 2023 ജൂലൈ എന്ന് പറയുന്ന DAകളൊക്കെ ഈ 13 വരുന്നതാണ്. 10-3 ആ 3 ഇപ്പം പ്രഖ്യാപിച്ചു. 31 മാസങ്ങൾക്ക് ശേഷമാണ് അത് പ്രഖ്യാപിച്ചത്. 38,409 രൂപ ജീവനക്കാർക്ക് കിട്ടാനുണ്ട്. ഇനി ജനുവരി 2024 ജനുവരി 1 മുതലാണെങ്കിൽ വീണ്ടും 3%ആണ്. ഇപ്പോൾ ഈ പ്രഖ്യാപനം വന്നത് 26 മാസങ്ങൾക്ക് ശേഷമാണ് ആ DA സംബന്ധിച്ച്. അപ്പോൾ 32,214 രൂപയാണ്. ഇനി ജൂലൈ 2024 ജൂലൈ 1 മുതലാണെങ്കിൽ വീണ്ടും 3%ആണ്. 20 മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ പ്രഖ്യാപനം വന്നത്. 24,780 രൂപ കുടിശ്ശിക കിട്ടാനുണ്ട്. ജനുവരി 25 മുതലുള്ള ഇപ്പം പ്രഖ്യാപിച്ച DA ആണ് ഇതൊക്കെ. അത് പക്ഷേ ഇപ്പൊ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞിട്ടും പ്രഖ്യാപനം വന്നത് അതിനെ സംബന്ധിച്ച് പറയുമ്പോൾ 14 മാസങ്ങൾക്ക് ശേഷം അതിലെ കുടിശ്ശിക എന്ന് പറയുന്നത് 11,564 രൂപയുണ്ട്. 7/25 കഴിഞ്ഞ ജൂലൈ 25 2%ആണ്. 8 മാസങ്ങൾക്ക് ശേഷമാണ് പ്രഖ്യാപനം വന്നിരിക്കുന്നത്. 6,608 രൂപ കുടിശ്ശികയുണ്ട്. അങ്ങനെ നമ്മൾ ആകെ മാസങ്ങൾ കുടിശ്ശിക എന്ന് പറയുന്നത് 286 മാസത്തെ കുടിശ്ശിക ഇതുവരെ ഓരോ ജീവനക്കാരനും പെൻഷൻകാരനും കിട്ടാനുണ്ട്. 286 മാസത്തിന് തർക്കമില്ല.
അത് പിന്നെ ഏതൊരു പെൻഷൻ, ഏത് ബേസിക് പേ ഉള്ളവനും അത്രയും മാസത്തെ കിട്ടാനുണ്ട്, ഏത് ബേസിക് പെൻഷൻ ഉള്ളവനും അത്രയും മാസത്തെ കിട്ടാനുണ്ട്. ഇവിടെ ഞാനൊരു എക്സാമ്പിൾ എടുക്കുമ്പോൾ 41,300 ബേസിക് പേ ഉള്ള ഒരു ജീവനക്കാരന് DA ഇനത്തിൽ കിട്ടേണ്ടിയിരുന്ന, ഇതുവരെ ഇപ്പോ പെൻഡിങ് ആയിട്ട് കിട്ടാൻ ബാക്കിയുള്ള സംഖ്യയാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. 3,42,790 രൂപ ഈ ജീവനക്കാരന് കിട്ടാനുണ്ട് എന്നതാണ് സത്യം. അപ്പൊ ഈ കാൽക്കുലേഷനെ സംബന്ധിച്ചിടത്തോളം ആരും പിന്നെ നമ്മൾ കമന്റ് ബോക്സിൽ എതിരഭിപ്രായം ഒന്നും പറയണ്ട. പറയണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങള് കൂട്ട ഇത് കറക്റ്റായിട്ട് കൂടെ, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ ധാരണയുള്ള, ചെയ്ത് ചെയ്ത് ശീലിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ വളരെ കൃത്യമായിട്ട് അത് തന്നെയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഇതിന്റെ കിട്ടാനുള്ള ആകെ മാസവും കിട്ടാനുള്ള സംഖ്യയും കണക്ക് കൂട്ടുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നോ ആ ഭീമാകാരത അല്ലെങ്കിൽ ആ ഭയാനകമായ ഒരു അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സാധാരണഗതിയിൽ ലയിപ്പിച്ചു പോവോ അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. ഈ ലയിപ്പിച്ചാലും എപ്പോഴും ഈ പീരീഡ് എന്ന് പറയുന്ന 1/7/2024 വരെ മാത്രമേ ലയിപ്പിക്കൂ. കാരണം അന്നാണ് പേ റിവിഷൻ, പുതിയ പേ റിവിഷന്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ബാക്കി ലയിപ്പിക്കാതെ കിടക്കുകയുള്ളൂ. അതിങ്ങനെ ബാക്കി DA കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് അതിന്റെ പോകുന്നത്. ഈ പണ്ട് കാലത്തും, ഇത് ഇന്ന് മാത്രമല്ല, DA കുടിശ്ശികളും മുൻകാലങ്ങളിലും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ ഒരു DA പ്രഖ്യാപിച്ച് 6 മാസം, 8 മാസം, 12 മാസം, 15 മാസം ഒക്കെ കഴിഞ്ഞിട്ടാണ് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിക്കാറുള്ളത്. അത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ആ പ്രഖ്യാപിക്കുമ്പോൾ എന്നാണോ, എന്ന് മുതലാണോ അത് കിട്ടേണ്ട എഫക്റ്റ് ഡേറ്റ്, ആ ഡേറ്റ് മുതൽ തന്നെ പ്രഖ്യാപിക്കും. ബാക്കിയുള്ള അന്ന് വരെ ഉള്ളത് പ്രഖ്യാപിക്കുകയോ അന്ന് മുതലേ പ്രഖ്യാപിക്കുകയും ആ പ്രഖ്യാപിച്ച മാസം മുതൽ ക്യാഷായിട്ട് കൊടുക്കുകയും അന്ന് വരെയുള്ള സംഖ്യ PF മെർജ് ചെയ്യുകയും ചെയ്യാം. PF ഇല്ലാത്തവരെ സംബന്ധിച്ച് ക്യാഷായിട്ട് കയ്യിലും കൊടുക്കും. അപ്പോ അത് DA മുൻകാല പ്രാബല്യത്തോടെ തന്നെയാണ് ഇതുവരെയുള്ള കാലഘട്ടങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബാക്കി PF ലയിപ്പിക്കുക, ആർക്കും ഒരു പരാതിയുമില്ല. അപ്പൊ ഇത് പുതിയ കുടിശ്ശിക വരുന്നത് പുതിയ കാര്യമല്ല. പക്ഷെ കുടിശ്ശികയിലെ ആ കളി ഉണ്ടല്ലോ, ആ കഴിഞ്ഞ പോയ മാസങ്ങളിൽ ഈ അരിയേഴ്സ് എന്ത് ചെയ്യണം എന്ന് ഒരു വാചകം ഇല്ലാത്ത, അല്ലെങ്കിൽ അരിയർ തരാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള ഒരവസ്ഥയാണ് ജീവനക്കാരെ സംബന്ധിച്ച് എന്ന കാര്യം നമുക്ക് പറയാതിരിക്കാൻ വയ്യ എന്നതാണ് സത്യം. ഇപ്പൊ ഇവിടെ നമ്മൾ ഈ PF ലയിപ്പിക്കാന്ന് ഞാൻ പറഞ്ഞു. ബാക്കിയുള്ളവരുടെയൊക്കെ ഇത്രയും മാസത്തെ ഓരോ കാലഘട്ടങ്ങളിൽ PF ലയിപ്പിക്കാറാണ് പതിവ് എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോ 12 മാസങ്ങൾക്ക് ശേഷം കുടിശ്ശിക പ്രഖ്യാപിച്ച കാലഘട്ടമുണ്ട്, 15 മാസത്തിന് ശേഷം പ്രഖ്യാപിച്ച കാലഘട്ടങ്ങളുണ്ട്. പക്ഷെ അപ്പൊ പ്രഖ്യാപിക്കുന്ന സമയത്ത് എന്ത് പറയും? ബാക്കി 15 മാസം ജീവനക്കാർക്ക് കിട്ടേണ്ട കുടിശ്ശികകൾ PF ലയിപ്പിക്കും, അത് ഇന്ന കാലത്ത് ലോൺ എടുക്കാൻ പറ്റും, അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. DA പ്രഖ്യാപിച്ചാൽ അന്ന് മുതൽ കിട്ടും. ബാക്കി എന്തേ ഒരു ഒരു അവസ്ഥയാണ്, അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. നമ്മൾ ഈ PF ലയിപ്പിച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 8% പലിശ PF ലയിപ്പിക്കുമ്പോൾ കിട്ടും ആ സംഖ്യക്ക്. PF എന്നാണോ ഇത് മെർജ് ചെയ്യുന്നത്, ആ മെർജ് ചെയ്യുന്ന മാസം മുതൽ 8% പലിശ ജീവനക്കാരൻ അവിടെ കിട്ടും. അപ്പൊ നമ്മൾ നോക്കുക, ഇവിടെ 5 വർഷം മുമ്പുള്ള DA കുടിശ്ശികയുണ്ട്, 5 വർഷം മുമ്പുള്ള. അവയ്ക്ക് 8% വെച്ച് കൂട്ടിയാലുള്ള സ്ഥിതി എന്തായി? ഈ ടോട്ടൽ ഫിഗർ എവിടെ എത്തും? ഓരോ കാലഘട്ടത്തിലെയും കുടിശ്ശികകൾ 8% പലിശയും കൂടി ഒന്ന് കൂട്ടി നോക്കൂ. ഞാനത് കൂട്ടിയിട്ട് പറയുന്നില്ല, ഞാൻ കൂട്ടുന്നില്ല, നിങ്ങൾ കൂട്ടിയാൽ മതി. ഇതൊക്കെയാണ് സ്ഥിതി എന്നാണ് ഞാൻ പറയുന്നത്. കിട്ടാനുള്ളവരുടെ ഒരു സ്ഥിതിയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പിന്നെ അപ്പൊ അതാണ് ഒരു ഭാഗം. ഇനി ഓരോ വിഭാഗത്തിനും ഓരോ കേസിലും ചില കേസുകളിൽ എന്തൊക്കെ നഷ്ടങ്ങൾ അതല്ലാതെ വരുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ, ചിലർക്ക് ഈ എല്ലാ കാര്യങ്ങളും അറിയുന്നവരുണ്ട്, എന്നാൽ പോലും ചില ജീവനക്കാരെ സംബന്ധിച്ച് അതൊന്നും ചിന്തിക്കാതെ പാസീവായിട്ട് കടന്നു പോകുന്നവരുണ്ട്. പെൻഷൻകാരും ഒക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ സറണ്ടർ ഉണ്ട്. ജീവനക്കാർക്ക് സറണ്ടറും ഉണ്ട്, ടെർമിനൽ സറണ്ടറും ഉണ്ട്. എല്ലാം ജീവനക്കാർക്ക് മാത്രമാണ്. അപ്പൊ പെൻഷൻ പറ്റുമ്പോൾ ലഭിക്കുന്ന സറണ്ടറാണ് ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. അപ്പോ ജീവനക്കാരന്റെ ക്രെഡിറ്റിൽ ബാക്കിയുള്ള ഏൺ ലീവ് അക്കൗണ്ടില് ബാക്കിയുള്ള ഏൺ ലീവ് മൊത്തത്തില് വിറ്റ്
പണമായി കൊടുക്കുന്നതാണ് ഈ ടെർമിനൽ സറണ്ടർ എന്ന് പറയുന്നത്. എപ്പോ? റിട്ടയർ ചെയ്തതിന് ശേഷം. അപ്പോൾ അത് പരമാവധി 300 ദിവസം വരെ സറണ്ടർ ചെയ്യാം. അതാണ് റൂള്. 300 ദിവസം ഏൺ ലീവ് ക്രെഡിറ്റിലുണ്ടെങ്കിൽ ആ 300 ദിവസവും വിറ്റിട്ട് പണമാക്കി മാറ്റണം. അപ്പൊ 300 ദിവസം ഏൺ ലീവ് പിന്നെ സറണ്ടർ ചെയ്താൽ, ടെർമിനൽ സറണ്ടർ ആയാൽ എന്ത് വരും? 10 മാസത്തെ ശമ്പളം കിട്ടുന്നത് ആ സറണ്ടറിൽ മാത്രം. 10 മാസത്തെ ശമ്പളം എന്ന് പറഞ്ഞാൽ പേ+ഡി എല്ലാ ആനുകൂല്യവും ഉണ്ട് അതിൽ. അപ്പോ അത് എപ്പോഴത്തെയാ കിട്ടുക? ആ റിട്ടയർ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ അത് സറണ്ടർ ചെയ്യുന്ന ടെർമിനൽ സറണ്ടറിന് മാത്രമല്ല, സാധാരണ ജീവനക്കാർ സറണ്ടർ ചെയ്യുന്ന സമയത്തും ഈ പ്രശ്നമുണ്ട്. അതിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ആ പ്രഖ്യാപിച്ച ആ സമയത്തെ DA ആണ് കിട്ടുക. എപ്പോഴാണോ ഈ ടെർമിനൽ സറണ്ടർ ആയാലും ചെയ്യുന്ന സമയത്ത് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് എത്ര DA ഉണ്ടോ ആ DA ആണ് ആ സമയത്ത് കിട്ടുക, അതിന് ആ ബേസിക് പേക്ക്. എന്നാൽ ഇത് കുടിശ്ശിക കൊടുക്കുന്ന കാര്യം പറയാതിരിക്കുമ്പോൾ അയാൾക്ക് അന്ന് അർഹതപ്പെട്ട DA കുടിശ്ശികയായിട്ട് സറണ്ടറിലും വരുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. കിട്ടുന്നില്ല അത്. അതേസമയം ഈ കുടിശ്ശിക പിന്നീട് പ്രഖ്യാപിക്കുകയാണെങ്കിൽ, കുടിശ്ശിക ഇന്ന പോലെ കൊടുക്കാം എന്ന് പ്രഖ്യാപനം വന്നാൽ എന്ത് ചെയ്യും? ഏൺ ലീവ് സറണ്ടർ എഴുതിയ മാസത്തിൽ, അല്ലെ ടെർമിനൽ സറണ്ടർ ചെയ്ത മാസത്തിൽ അയാൾക്ക് എത്ര ശതമാനത്തിന് അർഹത ഉണ്ടാകുമായിരുന്നുവോ ആ അർഹതയുള്ളത് അന്ന് അരിയറായിട്ട് ടെർമിനൽ സറണ്ടറിൽ നമുക്ക് എഴുതിയെടുക്കാം. അതിന് സംശയമൊന്നുമില്ല. അപ്പോ ആ ഒരു നഷ്ടം വേറെ നിൽക്കുന്നുണ്ട്. ഇനി മറ്റൊരു നഷ്ടം ഞാൻ പറഞ്ഞുതരാം. അതായത് പെൻഷൻ പറ്റുന്ന ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം DCRG ഉണ്ട്, ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി. ആ ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് പിന്നെ പരമാവധി 33 വർഷത്തേതാണ് കൊടുക്കുക DCRG. അപ്പോൾ ആ DCRG എന്ന് പറയുന്നത് ഒരു വർഷത്തെ സർവീസിന് അരമാസത്തെ ശമ്പളം, അങ്ങനെ കണക്കൂട്ടുക. ഒരു വർഷത്തെ സർവീസിന് അരമാസത്തെ ശമ്പളം. ആ ശമ്പളം എന്ന് പറയുന്നത് പേ+DA ആണ്. പേ+DA. അപ്പൊ 33 വർഷം സർവീസ് ഉണ്ടെങ്കിൽ, അതിൽ കൂടുതൽ ഉണ്ടെങ്കിലും അതിൽ ലിമിറ്റ് ചെയ്യും. 33 വർഷം സർവീസ് ഉണ്ടെങ്കിൽ അയാൾക്ക് പിരിയുന്ന സമയത്ത് 16.5 മാസത്തെ ശമ്പളം കിട്ടും. 16.5 മാസത്തെ ശമ്പളം ഒന്നിച്ച് അതിന്റെ ഓമന പേരാണ് DCRG ആയിട്ട് ലഭിക്കും. ആ DCRG കണക്ക് കൂട്ടുമ്പോഴും ഞാൻ പറഞ്ഞു, DCRG എന്ന് പറയുന്നത് പേ+DA ഇൻറ്റു 16.5, 33 വർഷമാണെങ്കിൽ ഒരു വർഷത്തെ സർവീസിന് അരമാസം. അപ്പോ അവിടെ നമ്മൾ അന്നേരം പ്രഖ്യാപിക്കുന്ന DA ആണ് കണക്കൂട്ടുക, അന്നേരം നിലവിലുള്ള DA ആണ് കണക്കൂട്ടുക. എന്നാൽ ഇത് ഇവിടെയും ഒരു കുടിശ്ശിക പ്രഖ്യാപനം വന്നാൽ മാത്രമേ ഈ DCRGയിൽ അയാൾക്ക് ഈ DCRG കൊടുക്കുന്ന സമയത്ത് എത്ര ശതമാനം DAക്ക് അർഹതയുണ്ടായിരുന്നോ അത് കിട്ടുള്ളൂ. കുടിശ്ശിക പ്രഖ്യാപനം വരണം. ഇവിടെ ഒന്നും കുടിശ്ശിക പ്രഖ്യാപനം വരുന്നില്ല. 5 വർഷമായിട്ട് കിട്ടേണ്ട DAകളിൽ യാതൊരു കുടിശ്ശികയുടെ കാര്യവും എവിടെയും പറയുന്നില്ല എന്നുള്ളത് തീർത്തും പ്രതിഷേധാർഹമാണ്. അത് ആരോടാ ഇത് പറയേണ്ടത്? അർഹതപ്പെട്ടത് കിട്ടുന്നില്ല എന്ന കാര്യം വളരെ സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് ജീവനക്കാരന്റെ അവകാശമാണെന്ന് എന്ത് പറഞ്ഞാലും ശരി, ഇത്രയും സംഖ്യകൾ, വളരെ ഭീമമായ സംഖ്യകൾ ജീവനക്കാരന് കിട്ടാനുണ്ട് എന്നതാണ് സത്യം. ഞാനത് തുറന്നു പറയുകയാണ്. അപ്പൊ നമ്മൾ ഇതൊക്കെ പറയുന്ന സമയത്ത് ഏത് ഗവൺമെന്റ് വന്നാലും ശരി, ഞാനതാണ് കുറെ പിന്നെ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന്റെ പുറകില് ഏത് പറഞ്ഞാലും അതിന് സിന്ദാബാദ് വിളിക്കാനും അത്തരത്തിലുള്ള സമീപനത്തെക്കാൾ നല്ലത് എനിക്ക് തോന്നുന്നത് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് അർഹതപ്പെട്ട് പറയണം, കിട്ടാനുള്ളത് വാങ്ങാൻ പിന്നെ യൂണിയൻകാർ ശ്രദ്ധിക്കണം. നമുക്ക് അതേപോലെ തന്നെ നമുക്ക് നല്ലതിനെ പ്രോത്സാഹിപ്പിക്കാനും നല്ലതിന് കൈയടിക്കാനും നമുക്ക് കഴിയണം. അതാണ് ശരിയായ ഒരു രീതി. ഇപ്പൊ ഇവിടെ നമ്മൾ ഇക്കാര്യങ്ങൾ യൂണിയൻകാര് അത് ഏത് ഭരണപക്ഷ സംഘടനയിൽ നിന്നും പ്രതിപക്ഷ സംഘടനയിൽ നിന്നും വേർതിരിക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ ജീവനക്കാരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അതിപ്പോ രണ്ട് ഭാഗത്തും അത് കാണുന്നുണ്ട്. ഇപ്പോ നിരന്തരമായി ഈ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ സംഘടനകൾ, അവരുടെ ഒപ്പം കൂടിയിരിക്കുന്ന കുറെ നിഷ്പക്ഷമതികളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് അടുത്ത ഏതെങ്കിലും ഒരു ഭരണം മാറിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വേറൊരു ഇപ്പോഴത്തെ ആൾക്കാര് പ്രതിപക്ഷത്തിരിക്കേണ്ട ഒരു സാഹചര്യം എപ്പോഴെങ്കിലും വന്നാൽ അന്ന് എന്തായിരിക്കും സ്ഥിതി എന്ന് അന്ന് മാത്രമേ നമുക്ക് പ്രവചിക്കാൻ പറ്റുള്ളൂ. അതാണ് സത്യം. അപ്പോ ഏത് ഗവൺമെന്റ് വന്നാലും ശരി, ആയാലും ശരി, വന്നാലും അല്ല ആയാലും ഏത് ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുന്ന സമയത്തും നമുക്ക് ഈ കേന്ദ്ര DA പ്രഖ്യാപിച്ചു കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിൽ അത് DA ഇവിടെയും കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരും. കുടിശ്ശികകൾ ഇതുപോലെ ഒരുപാട് കെട്ടിക്കിടക്കുമ്പോൾ ആ കുടിശ്ശികകൾ പിന്നെ കൊടുക്കാൻ 40,000 കോടി വേണം, 50,000 കോടി വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരു പേടിപ്പിക്കുന്ന സ്ഥിതി മാത്രമായിട്ട് അല്ലെങ്കിൽ അവശേഷിക്കും.
അവശേഷിക്കും. ഇപ്പൊ യൂണിയൻകാര് ഏത് യൂണിയൻകാരൊക്കെ തന്നെ ഒരു ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഇപ്പോ അനുകൂല പ്രകടനവും ഒക്കെ നമ്മൾ നടത്തുമ്പോഴും അവർക്കും അറിയാം കാര്യങ്ങൾ ഇത്രയധികം ഭീമാകാരമായ ഒരു അരിയർ ഓരോ ജീവനക്കാരനും പെൻഷൻകാരനും കിട്ടാൻ ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ ഈ പ്രകടനം നടത്തുന്നത്. നല്ലത് ഒരുമിച്ച് ഇപ്പൊ DA പ്രഖ്യാപിച്ചത് സ്വാഗതാർഹം തന്നെ, അതിൽ തർക്കമൊന്നുമില്ല. അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇത്രയും കിട്ടാനുണ്ട് എന്ന കാര്യവും ഓരോ ജീവനക്കാരനും പെൻഷൻകാരനും ഓർക്കണം, ഓരോ യൂണിയൻകാരും ഓർത്തിരിക്കണം. അതിനനുസരിച്ച് ജീവനക്കാർക്ക് വേണ്ടിയും പെൻഷൻകാർക്ക് വേണ്ടിയും ഇത്തരം ക്ലെയിമുകൾ നടത്താൻ വേണ്ടി എല്ലാ യൂണിയൻകാരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അത് മാത്രമാണ് ഈ വീഡിയോ ചെയ്തതിന്റെ ഒരു ഉദ്ദേശം. പക്ഷേ ഈ കുടിശ്ശികയ്ക്ക് നമ്മൾ ഇത്രയും കുടിശ്ശികയുണ്ട് എന്ന് പറയുമ്പോൾ 286 മാസത്തെ കുടിശ്ശിക ഉണ്ട് എന്ന് പറയുമ്പോഴും എവിടെയോ ഒരു എന്താ പറയണ്ടേ, ഒരു രജത രേഖ തെളിഞ്ഞു വരുന്നുണ്ട് എന്നതാണ് അതിലൊരു സത്യം. ആ രേഖ ഇതാണ്, ആ വാചകം. ഈ ഇപ്പോ DA പ്രഖ്യാപിച്ച ആ ഉത്തരവിന്റെ ഏറ്റവും അടിഭാഗത്ത് 9ാമത്തെ പാരഗ്രാഫായിട്ട് കൊടുത്തിരിക്കുന്നത് ഇതാണ്: ആൻ ഓർഡർ വിൽ ബി ഇഷ്യൂഡ് സെപ്പറേറ്റ്ലി റിഗാർഡിംഗ് ദി ഐഡിയസ്. ഒരിക്കൽ കൂടി, ആൻ ഓർഡർ വിൽ ബി ഇഷ്യൂഡ് സെപ്പറേറ്റ്ലി റിഗാർഡിംഗ് ദി അരിയസ്. കുടിശ്ശികയെ സംബന്ധിച്ച് ഈ കാണുന്ന ഇതിൽ പറയുന്ന ഈ കുടിശ്ശികകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ഉത്തരവ് പ്രത്യേകമായി ഇറക്കുന്നതായിരിക്കും എന്ന ഒരു വാചകം അതിലുണ്ട്. ആ വാചകത്തില് ജീവനക്കാർക്കും പെൻഷൻകാർക്കും പ്രതീക്ഷ വെച്ച് മുമ്പോട്ട് പോകാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ഉത്തരവ് സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ, ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇത് ജസ്റ്റ് ഒരു ഇൻഫർമേറ്റീവ് വീഡിയോ മാത്രമാണ്. ഒരു ആരെയും പിന്നെ മോശമാക്കി കാണിക്കാനോ എതിർക്കാനോ അനുകൂലിക്കാനോ വേണ്ടി ഒന്നുമല്ല ഈ വീഡിയോ ഇടുന്നത്. ചില വീഡിയോയുടെയൊക്കെ അടിയിൽ പിന്നെ ആൾക്കാരിങ്ങനെ അടിമയാണോ കമ്മിയാണോ ഇങ്ങനെ കുറെ വാക്കുകളൊക്കെ ചില, എനിക്ക് അധികം അങ്ങനെ വരാറില്ല, പക്ഷെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഉണ്ട്. ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിക്കുന്നില്ല. ആരെയും എല്ലാത്തിനും നല്ലതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഈ പിന്നെ കിട്ടാൻ അർഹതപ്പെട്ടതിനെ എടുത്തു കാണിക്കുകയും മാത്രമാണ് ഇതിലൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്ന കാര്യം എല്ലാ ജീവനക്കാരും പെൻഷൻകാരും എല്ലാവരും, അത് സംഘടനക്കാരും ഒക്കെ മനസ്സിലാകും. നമ്മൾ നല്ല കാര്യത്തിനോട് അനുകൂലിച്ച് നിൽക്കുകയും അല്ലാത്തത് അർഹതപ്പെട്ടത് ചോദിക്കാൻ മടിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ എല്ലാവർക്കും ഉണ്ടാകണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി: ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു സപ്പോർട്ട്, ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നിങ്ങൾ ഒരു കമന്റ് ഇട്ടോളൂ, അല്ലെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള ഒരു ധാരണ, നിങ്ങൾ ഇതിനെ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്നെ കേട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും തീർച്ചയായും. ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പഠനങ്ങൾ അത് കാണിക്കുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുകൊണ്ട് എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.